മഞ്ഞുമ്മൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിറിന് നോട്ടീസ് നൽകി മരട് പോലീസ്. 14 ദിവസത്തിനകം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നാണ് ആവശ്യം. സഹനിർമ്മാതാക്കളായ ബാബു ഷാഹിറിനും ഷോൺ ആന്റണിക്കും നോട്ടീസ് നൽകി. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ ലാഭവിഹിതം നൽകിയില്ലെന്ന അരൂർ സ്വദേശി സിറാജ് വലിയതറ നൽകിയ പരാതിയിലാണ് പോലീസിന്റെ നടപടി. നിർമ്മാതാവ് നടനുമായ സൗബിൻ ഷാഹിർ, സഹനിർമ്മാതാക്കളായ ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നവമി ദിനേശ് ചേരുന്നു വിവരങ്ങളുമായി. നവമി, നേരത്തെ ഈ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഇഡിയുടെ അന്വേഷണം ഒരു വശത്ത് നടന്നിരുന്നു. വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേട് ഇതിന് പിന്നിൽ നടന്നു എന്ന വിവരങ്ങളാണ് ഇഡി കണ്ടെത്താൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ മരട് പോലീസിൻ്റെ ഇടപെടൽ അത് ഏത് സാഹചര്യത്തിലാണ്? ഈ സാമ്പത്തിക തട്ടിപ്പ് മാത്രമാണോ? അതായത് ഈ സിറാജിൻ്റെ, അരൂർ സ്വദേശി സിറാജിൻ്റെ പരാതി മാത്രമാണോ പോലീസ് അന്വേഷിക്കുന്നത്? ഹൈക്കോടതി ഈ സൗബിൻ ഷാഹിറും മറ്റ് 2 നിർമ്മാതാക്കളും ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി നൽകിയിരുന്നു. ഈ ഹർജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളുന്ന സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ മരട് പോലീസ് ഈ നിർമ്മാതാക്കൾക്ക്, 3 നിർമ്മാതാക്കൾക്ക്, അതായത് ഈ സിനിമയിലെ നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ, ഒപ്പം മറ്റൊരു നിർമ്മാതാവായിട്ടുള്ള ഷോൺ ആന്റണി, ഇവർ 3 പേർക്കും നോട്ടീസ് നൽകിയിരിക്കുന്നത്. 14 ദിവസത്തിനുള്ളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. മരട് പോലീസാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ സിറാജ് പറയുന്നത് പ്രകാരം 7 കോടി രൂപയാണ് പലപ്പോഴായി ഈ സിനിമയ്ക്ക് വേണ്ടി ഇയാൾ മുടക്കിയത്. ഇതിന്റെ ലാഭമോ അല്ലെങ്കിൽ മുടക്കിയ തുകയോ ഇതുവരേക്കും നിർമ്മാതാക്കൾ തിരിച്ചു നൽകിയില്ല എന്നതാണ് ഗുരുതരമായിട്ടുള്ള പരാതി. ഇതിന്റെ തെളിവുകളായി 2 തവണ പണം നൽകിയതിന്റെ പല ഘട്ടങ്ങളിലായാണ് ഇയാൾ 7 കോടി രൂപ കൈമാറിയത്. ഇതിലെ 2 ഘട്ടങ്ങളായി ആദ്യം പറവ ഫിലിംസിന്റെ അക്കൗണ്ടിൽ, കടവന്ത്ര ബാങ്കിലെ അക്കൗണ്ടിലേക്കും, പിന്നീട് ഇതിലെ തന്നെ മറ്റൊരു നിർമ്മാതാവായിട്ടുള്ള ഷോൺ ആന്റണിയുടെ കടവന്ത്രയിലെ ബാങ്ക് അക്കൗണ്ടിലേക്കും 2 തവണയായി പണം കൈമാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് പലതവണ ഇവർ കയ്യിൽ പണം ആവശ്യപ്പെടുകയും അങ്ങനെ നൽകിയെന്നുമാണ് ഈ പരാതിക്കാരൻ പറയുന്നത്. ഇതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമാണ് പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുള്ളത്. പോലീസിന്റെ അന്വേഷണത്തിൽ, പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ ഇവർക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു. അത് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ കോടതിക്കും ഇത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജി തള്ളാൻ കഴിയില്ല, ഇതിന് തുടരന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു നിർദ്ദേശം മരട് പോലീസിന് നൽകുകയും ചെയ്തത്. ഈ നിർമ്മാതാക്കൾ കോടതിയിൽ പറഞ്ഞത്, ഈ നിർമ്മാതാവായി, ഈ പരാതിക്കാരനായിട്ടുള്ള സിറാജ് ഇതിന്റെ നിർമ്മാണ വേളയിൽ അല്ലെങ്കിൽ ഇതിലേക്ക് പണം മുടക്കാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും പണം നൽകിയില്ല. പലപ്പോഴും ഈ സിനിമയുടെ ഷെഡ്യൂൾ മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ബാക്കിയുള്ള നിർമ്മാതാക്കളാണ് പണമിട്ട് ഈ സിനിമ പൂർത്തിയാക്കിയതെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പരാതിക്കാരൻ നൽകിയ രേഖകൾ പ്രകാരം കൃത്യമായി തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും പണം നൽകിയെന്ന് മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ വഞ്ചന കുറ്റമടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പ്രതികൾക്കെതിരെ, ഈ 3 പേർക്കുമെതിരെ, 3 നിർമ്മാതാക്കൾക്കുമെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും 14 ദിവസത്തിനുള്ളിൽ ഇവരോട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ, അത് അടക്കമുള്ള പോലീസിന് അന്വേഷണമുണ്ട്. അതോടൊപ്പം ഈ ദേശീയ ഏജൻസി ആയിട്ടുള്ള ഇഡിയുടെ അന്വേഷണം എങ്ങനെയാണ്? പ്രത്യേകിച്ച് സാമ്പത്തിക സിനിമാ മേഖലയിൽ സാമ്പത്തിക തട്ടിപ്പ്, വലിയ രീതിയിൽ ഈ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ ആരോപണം നേരിട്ടത് ഈ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയും അതിൻ്റെ അണിയറ പ്രവർത്തകരുമായിരുന്നു. ഇഡിയുടെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങിയത്? അത് ഇപ്പോഴും ഇഡി കേസുമായി ബന്ധപ്പെട്ട്, മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുന്നുണ്ടോ? 200 കോടി രൂപ ഈ സിനിമ കളക്ട് ചെയ്തു എന്നാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട റിപ്പോർട്ട്. അതും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലുമായാണ് 200 കോടി രൂപ കളക്ട് ചെയ്തതെന്നാണ് നിർമ്മാതാക്കൾ വ്യക്തമാക്കിയത്. പക്ഷേ ഇതിൽ ഇഡിക്കൊരു സംശയം തോന്നുകയും ഇഡി അന്വേഷണത്തിൽ തമിഴ്നാട്ടിലടക്കം പലപ്പോഴും ഈ നിർമ്മാതാക്കൾ പുറത്തുവിട്ട കണക്ക് പ്രകാരമുള്ള ഒരു കളക്ഷൻ തമിഴ്നാട്ടിലടക്കം ലഭിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ആളുകളില്ലാതെ പോലും പല തിയേറ്ററുകളിൽ സിനിമ പ്രദർശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായെന്നും ഇഡി കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ വലിയ രീതിയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ
ഇതിലാണോ നടന്നതെന്നൊരു സംശയം കൂടി ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ സൗബിൻ ഷാഹിറിനെ ഒരു തവണ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഈ 3 നിർമ്മാതാക്കളെയും ചോദ്യം ചെയ്ത് വിട്ടയക്കുന്ന സാഹചര്യമുണ്ടായി. ഇവരോട് ചില രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുമെന്നൊരു നിർദ്ദേശം കൂടിയായിരുന്നു ഇ ഡി അന്ന് നൽകിയത്. പക്ഷെ പിന്നീട് ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ഇ ഡിയുടേതായിട്ടുള്ള തുടർ നടപടികളൊന്നും തന്നെ കണ്ടില്ല. എന്നാലും അന്വേഷണ പരിധിയിൽ തന്നെയാണ്, ഇ ഡിയുടെയും അന്വേഷണ പരിധിയിൽ തന്നെയാണ് ഈ വിഷയമുള്ളത്. ഇതിലൊരു കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അല്ലാതെ 200 കോടി ഈ സിനിമ കളക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഇ ഡിക്ക് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം പല തിയേറ്ററുകളിലും ആളില്ലാതെ സിനിമ പ്രദർശിപ്പിക്കുന്ന സാഹചര്യം കൂടി ഉണ്ട് എന്ന് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും ഇ ഡിയുടെ അന്വേഷണം ഒരു ഭാഗത്തോടെ നടക്കുമ്പോഴാണ് ഇപ്പോൾ നിർമ്മാതാക്കളെ ചോദ്യം ചെയ്യാൻ മരട് പോലീസ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. യെസ്, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കളെയാണ് ചോദ്യം ചെയ്യാനായി മരട് പോലീസ് വിളിപ്പിച്ചിരുന്നത്.